നമ്മുടെ സിജോന്റെ അമ്മ ഇന്ന് ബിഗ് ബോസ് ഹൗസിലേക്ക് എത്തിയിട്ടുണ്ട്. ഇന്നലെ ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ട ഒരു പ്രൊമോയാണ് സിജോന്റെ വീട്ടുകാർ ഹൗസിനകത്തേക്ക് വരുന്നത്. സിജോന്റെ ആ ഒരു ആക്സിഡന്റിന് ശേഷം അമ്മക്കുണ്ടാകുന്ന മാനസിക അവസ്ഥ എന്താണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. എന്റെ പൊന്നു മക്കളെ എന്ന് ഉച്ചത്തിൽ വിളിച്ച് കെട്ടിപ്പിടിച്ച് കരയുകയാണ് സിജോന്റെ അമ്മ. നമുക്കറിയാം സിജോന്റെ ആ ഒരു സർജറി സമയത്ത് പോലും സിജോന്റെ അമ്മക്ക് സിജോനെ കാണാൻ സാധിച്ചിട്ടില്ല. സാധാരണ ഒരു 1-2 മാസം ബിഗ് ബോസിൽ പോയതിനു ശേഷം കാണാതെ ഇരുന്ന തന്നെ ഒരുപാട് വിഷമം കാണും ഒരാൾക്ക്. അപ്പൊ ഇങ്ങനത്തെ ഒരു അവസ്ഥ കൂടെ ആകുമ്പോൾ ആ അമ്മക്ക് ഒരുപാട് വിഷമം കാണും. ഇപ്പൊ ഒരിക്കലും ഒരു കത്ത് വായിക്കുന്ന ഒരു ടാസ്ക് ഉണ്ടായിരുന്നല്ലോ മദേഴ്സ് ഡേയുടെ അന്ന്. അപ്പൊ അതില് കത്തിൽ എഴുതിയിരിക്കുന്ന സെന്റൻസ് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഞാൻ നിന്റെ അമ്മയായതുകൊണ്ടാണ് നിനക്ക് അസുഖമൊന്നും വരാത്തതും ആശുപത്രിയിൽ കയറി ഇറങ്ങേണ്ടി വരാത്തതുമൊക്കെ. അപ്പൊ ഈ ഒരു സെന്റൻസിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകും ആ ഒരു അമ്മ സിജോനെ എത്രത്തോളം കെയർ ചെയ്തിട്ടുണ്ടെന്ന്. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു ഇൻസിഡന്റ് അത്രത്തോളം അമ്മയെ വേദനിപ്പിച്ചിട്ടുണ്ടാകും. അതിനുശേഷം അച്ഛനും അമ്മയും സിജോയും കൂടെ ഒരുപാട് നേരം സംസാരിച്ചിരിക്കുന്നുണ്ട്. സിജോ നന്നായിട്ട് പെർഫോം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ സിജോന്റെ അച്ഛനും അമ്മയും സിജോന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പൊ സിജോ ഇതിനിടക്ക് ഒരു ബ്രേക്കിന് ശേഷം തിരിച്ചു വന്നപ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരുന്നല്ലോ, ഞാൻ ഇനി ഫയർ ആകും എന്ന്. അപ്പൊ അമ്മ പറയുന്നുണ്ട്, നീ അത് വാക്കുകളിലൂടെ പറഞ്ഞിട്ട് മാത്രം കാര്യമില്ല, പ്രവർത്തിച്ച് കാണിക്കണം എന്ന്. അങ്ങനെ ഇത്തവണ ഹൗസിലേക്ക് വന്ന എല്ലാ പാരന്റ്സും തന്നെ എല്ലാവരുടെയും ഗെയിംസ് നന്നായി പഠിച്ചിട്ടാണ് വന്നിട്ടുള്ളത്. അവർ എപ്പിസോഡും ലൈവ് ഒക്കെ കണ്ടിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ അവർക്ക് ചില മാറ്റങ്ങൾ വരാൻ വേണ്ടിയിട്ട് ഒരുപാട് സപ്പോർട്ട് ഫാമിലിയുടെ ഭാഗത്തു നിന്ന് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇന്ന് വന്ന നോറയുടെ ഫാമിലി ആയിക്കോട്ടെ, അഭിഷേകിന്റെ ഫാമിലി ആയിക്കോട്ടെ, സിജോയുടെ ഫാമിലി ആയിക്കോട്ടെ, നന്നായിട്ട് ഗെയിം കൊണ്ടുപോകാനായിട്ട്